മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് വ്യോമഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടത് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള വിമാന സർവീസുകൾ ഇതുവരെ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിലും വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള പ്രത്യേക ദൗത്യങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പ്രമുഖ വിമാന കമ്പനികൾ അടിയന്തര സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സന്ദർശക വിസയിൽ എത്തിയവർക്കും വിസ കാലാവധി തീരാറായവർക്കുമാണ് നിലവിൽ മുൻഗണന നൽകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമാകുന്ന മുറയ്ക്ക് മാത്രമേ സാധാരണ വിമാനയാത്രകൾ പഴയപടിയാകൂ എന്നാണ് സൂചനകൾ. പശ്ചിമേഷ്യ സംഘർഷാവസ്ഥയിലൂടെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രധാന വിമാന കമ്പനികളൊന്നും ഗൾഫ് മേഖലയിലേക്കുള്ള സാധാരണ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനുള്ള സമാശ്വാസ സർവീസുകളാണ് നിലവിൽ തുടരുന്നത്. ഏകദേശം 15 വിമാനങ്ങൾ ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് വിവരം. സന്ദർശനത്തിന് എത്തിയവരും വിസ കാലാവധി അവസാനിക്കാറായി കുടുങ്ങി കിടക്കുന്ന യാത്രക്കാരെയും തിരികെ എത്തിക്കാനുള്ള അടിയന്തര സർവീസുകളാണ് നടത്തുന്നത്. അതായത് സാധാരണഗതിയിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്നില്ല. അത്യാവശ്യമായി ഇത്തരത്തിൽ കുടുങ്ങിപ്പോയവരെയാണ് തിരിച്ചെത്തിക്കാനുള്ള സർവീസുകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നത്. പഴയ ഗതിയിലേക്ക് മാറി വരാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം സംഘർഷം പൂർണ്ണമായി അവസാനിച്ച് സ്ഥിതിഗതികൾ സമാധാനമായിട്ടും തുടർന്നാൽ മാത്രമേ അത്തരത്തിലുള്ള സർവീസുകളെ കുറിച്ച് രാജ്യങ്ങൾ ചിന്തിക്കൂ. ഇപ്പോൾ അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് വിമാന കമ്പനികളും നടത്തുന്നത്. പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാനായി വിവിധ രാജ്യങ്ങൾ അയക്കുന്ന വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ കൊച്ചി, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് സമാശ്വാസ സർവീസുകൾ നടത്തിയിരുന്നു. ഇത് തുടരുമെന്നാണ് വിവരം. അധികൃതരുടെ ഏകോപനത്തോടെ സുരക്ഷാ അനുമതികൾക്ക് വിധേയമായി നടത്തുന്ന ഈ സർവീസുകളിൽ അർഹരായ യാത്രക്കാരെ നേരിട്ട് വിവരം അറിയിക്കും. എന്നാൽ നേരിട്ട് അറിയിപ്പ് ലഭിക്കാത്തവർ എയർപോർട്ടിൽ എത്താൻ പാടില്ല. സാധാരണ സർവീസുകൾ പൂർണ്ണമായി തുടങ്ങാൻ വ്യോമമേഖല ശാന്തമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. മാർച്ച് 10 വരെ യാത്ര ചെയ്യേണ്ട എല്ലാവർക്കും അധിക നിരക്ക് ഈടാക്കാതെ യാത്രാ തീയതി മാറ്റാനും ആവശ്യമെങ്കിൽ പണം തിരികെ നൽകാനും നടപടി ഉണ്ടാകുമെന്നാണ് ഇത്തിഹാദും ഖത്തർ എയർവേസും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഗൾഫ് രാജ്യങ്ങളുമായി ഏകോപിപ്പിച്ച് UAE ആകാശപാതകൾ തുറന്നിരുന്നു. മണിക്കൂറിൽ 48 വിമാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ പാതകൾക്കുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഘട്ടഘട്ടമായി സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് വിവരം. പ്രതിസന്ധി ഘട്ടത്തിലും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യാത്രക്കാർക്ക് അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ ടിക്കറ്റുകൾ മാറ്റാനോ തുക തിരികെ വാങ്ങാനോ ഉള്ള സൗകര്യം വലിയൊരു ആശ്വാസം തന്നെയാണ്. UAE അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആകാശപാതകൾ ഘട്ടഘട്ടമായി തുറന്നു നൽകുന്നത് വരും ദിവസങ്ങളിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ സഹായിക്കും. എങ്കിലും നിലവിലെ അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് ഔദ്യോഗിക അറിയിപ്പുകൾക്ക് കാത്തു നിൽക്കുന്നതാണ് നല്ലത്. വ്യോമമേഖലയിലെ സുരക്ഷാ ആശങ്കകൾ പൂർണ്ണമായും മാറുന്നതോടെ പ്രവാസികളുടെ യാത്രാക്ലേശത്തിന് ശാശ്വതമായ പരിഹാരമാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാം അവസാനിച്ച് സംഘർഷമെല്ലാം മാറി പഴയ അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ എത്തുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് മാത്രമേ ഒരു സാധാരണഗതിയിലുള്ള സർവീസുകൾ ആരംഭിക്കൂ. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെയാണ് തിരിച്ചെത്തിക്കുന്നത്. അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് വിമാന കമ്പനികൾ നൽകുന്നത്. അത് രാജ്യങ്ങളുടെയും അധികൃതരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അവർക്ക് സാധാരണഗതിയിലേക്ക് സർവീസ് നടത്താനായിട്ട് നിയന്ത്രണങ്ങളുണ്ട്. എന്തായാലും സംഘർഷമെല്ലാം എത്രയും വേഗം അവസാനിക്കട്ടെ. ലോകത്തിന് സമാധാനം ഉണ്ടാകട്ടെ. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ. അമേരിക്ക ഇറാന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. ലോകം സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ പഴയ രീതിയിലുള്ള സർവീസുകൾ ഉണ്ടാവുകയുള്ളൂ. അതുവരെ അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എപ്പോഴും പ്രവാസികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതായത് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പോലുള്ളവ പിന്തുടരുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് UAE മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ UAE ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനാവശ്യമായിട്ട് ഈ അപകടങ്ങളുടെ ദൃശ്യങ്ങളൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണെന്നും നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നും ഒക്കെ ഉള്ള മുന്നറിയിപ്പ് UAE നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സുരക്ഷിതമായിരിക്കുക.